കേന്ദ്രമന്ത്രി വി മുരളീധരൻ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നു. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. സജ്ജമാണോ ബി.ജെ.പി. സംസ്ഥാനത്ത്? നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഒരിക്കൽ കൂടി മൂന്നാം തവണ ഭരണത്തിൽ വരും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായ ഒരു സാഹചര്യം. ഈ രണ്ട് കാര്യങ്ങളും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. ഒന്ന്, സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഒരുപക്ഷെ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമോ? ഈ തിരുവനന്തപുരം മണ്ഡലം ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടുന്നതാകാം. കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ അവിടെ മത്സരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അതിൽ വസ്തുതയുണ്ടോ? അല്ല, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് കേന്ദ്ര നേതൃത്വമാണ്. പാർട്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള സജ്ജമാവുക എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. N.K. പ്രേമചന്ദ്രൻ MP കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്കൊപ്പം ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. അതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ, ബി.ജെ.പിയുമായുള്ള ഒരു ബന്ധത്തിൻ്റെ സൂചനയാണ് ആ ഒരു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് എന്ന ആക്ഷേപം CPM പ്രചരിപ്പിച്ചു തുടങ്ങി. ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഐത്തം ആചരണത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്ന CPM ഏത് പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് അവരൊന്ന് പറയണം. ഭക്ഷണം കഴിക്കുന്നതൊക്കെ രാഷ്ട്രീയം നോക്കിയിട്ടും മതം നോക്കിയിട്ടും സമുദായം നോക്കിയിട്ടും ആണോ എന്നുള്ളതാണ് അവരാദ്യം പറയേണ്ടത്. ഇപ്പോൾ പ്രധാനമന്ത്രിയിൽ വന്നിട്ടുള്ള മാറ്റം, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയോടൊപ്പം പ്രേമചന്ദ്രനല്ല ആരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് CPMൻ്റെ തിട്ടൂരമെങ്കിൽ ഇഫ്താർ നടത്താനേ പാടുള്ളൂ, മറ്റൊന്നും പാടില്ല എന്നാണോ CPMൻ്റെ നയം എന്ന് അവർ വിശദീകരിക്കും. ആറ്റിങ്ങലിൽ ഈ തവണ എങ്ങനെയാണ്, എത്രത്തോളം കൊണ്ട് പ്രതീക്ഷ? കോൺഗ്രസ് ഏതാണ്ട് അസ്തമിച്ചു. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ അവസാന നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ആരെയെങ്കിലും അംഗീകരിച്ചതുകൊണ്ട് ആറ്റിങ്ങലിലെ പുരോഗതിയും വികസനവും സാധ്യമാകില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ളൊരു ജനവിധി ആറ്റിങ്ങലിലുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആറ്റിങ്ങലിൽ വി മുരളീധരൻ MP ആയി എത്തും എന്ന് പ്രതീക്ഷിക്കാം. അല്ല, വി മുരളീധരൻ ആവുമോ വേറെ ആരെങ്കിലും ആവുമോ എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കുമ്പോൾ അറിയാം. ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പൊടി വിവാദം, അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും നടത്തുന്ന പ്രചരണം ഇത് സ്വർണ്ണക്കടത്ത് കേസ് പോലെ തന്നെ ഒത്തുതീർപ്പാകുമെന്ന. പാർലമെൻറ്റിൽ പ്രേമചന്ദ്രൻ്റെ പ്രസംഗം നടത്തിയപ്പോൾ പ്രേമചന്ദ്രൻ പറഞ്ഞു, കേരളത്തിൽ BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യം. ഞാൻ നേരിട്ട് ചോദിച്ചു, എങ്കിൽ നിങ്ങളെന്താ ഒരുമിച്ച് മത്സരിക്കാത്തത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു അടവ് നയമാണ്. ഈ അടവ് നയമാണ് ഞങ്ങൾ തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്ന് പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് അതിന് പകരം അവർ BJPക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു. BJPയും CPM തമ്മിൽ ഒത്തുതീർപ്പില്ല, സഖ്യം കോൺഗ്രസും CPM തമ്മിലാണെന്ന ആരോപണമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. വലിയ നേട്ടം സംസ്ഥാനത്ത് BJPക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമാണ് വി മുരളീധരൻ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രതീഷ് കട്ടേലക്കൊപ്പം റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.